വാസ്തവത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഇത് സംസാരിക്കാൻ സമയം പോലും തന്നില്ല. രാവിലെ റിപ്പോർട്ട് പ്രകാരം 50 പേര് മരണമടഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് നമുക്കറിയാം 200-300 പേര് മിസ്സിംഗ് ആയി എന്നുള്ള വാർത്തയും വരുന്നു. ഇത് സംബന്ധിച്ച് രാജ്യസഭയ്ക്കകത്ത് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് ഞങ്ങളുടെ രാജ്യസഭയുടെ ചെയർമാൻ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ വാദിക്കുന്നു, കേരളത്തിൽ നിന്നുള്ള എംപിമാർ വാദിക്കുന്നു, ഞങ്ങൾക്ക് ഒരു സമയം തരണം, ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നു, ഒന്ന് സംസാരിക്കാൻ. പക്ഷേ അവരനുവദിക്കുന്നില്ല. ഏതാണ്ട് 40 മിനിറ്റോളം നമ്മൾ എംപിമാരും എല്ലാവരും കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മളെല്ലാം അവിടെ വലിയ ശക്തമായിട്ട് വാദിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയത് 30-40 സെക്കൻഡാണ് സംസാരിക്കാൻ പറ്റിയത്. പക്ഷെ ആ 30-40 സെക്കൻഡും കൊണ്ട് നമുക്ക് വ്യക്തമായി ഈ പറഞ്ഞ നമ്മുടെ ഈ ദുരന്തത്തിന്റെ ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ആ സദസ്സിന്റെ വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് മന്ത്രി മറുപടി പറഞ്ഞു. അത് മാത്രമല്ല, അന്നും പിറ്റേ ദിവസമായി ഇതിന് ചർച്ചയിലേക്ക് എടുത്തു. ഒന്ന്, ഇങ്ങനെയൊരു സംസാരങ്ങൾ വരുന്നു. കാരണം ഇവരുടെ പ്രസംഗത്തിൽ പോലും ഏതാണ് സർക്കാർ കുറ്റം ചെയ്തു, കർഷകർ കുറ്റം ചെയ്തു, ഈ രീതിയിൽ ഉള്ള ഒരു പരാമർശിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ വനമെടുത്തു നോക്കിയാൽ, പണ്ടും ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്, വനമെടുത്തു നോക്കിയാൽ അന്യസംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്ട് 24-25% റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അന്യസംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ 18-19-20% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വനം എന്ന് പറയുന്നതിനകത്ത് ഫോറസ്റ്റ് കവറാണ് ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്നത്. എന്താണ് ഫോറസ്റ്റ് കവർ? വനാവരണമാണ്. വനവും വൃക്ഷാവരണം കൂടെ കൂടിയാണ് എടുക്കുന്നത്. ആ വൃക്ഷാവരണമൊക്കെ വൃക്ഷം എന്തിനാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന? കാർബൺ അബ്സോർബ് ചെയ്യാനായിട്ടാണ്, അല്ലെ? അപ്പോൾ ഈ വൃക്ഷാവരണം എന്ന് പറഞ്ഞ ഈ വനാവരണം ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 20-22-23%. ദേശീയ തലത്തിൽ 26%. 5 വർഷത്തിന് ശേഷം ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് 33%. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ എത്രമാത്രമാണ്? ഞാൻ മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ തന്ന ഉത്തരമാണ് രാജ്യസഭയിൽ 54%. 54% എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കർഷകര് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ്, വനത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ഇത് കർഷകരല്ല. ഇനി നിങ്ങൾ പറയുന്നു റെഡ് ഓറഞ്ച് സോണാണ്, ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. നിർബന്ധിതമായി നമുക്കറിയാം, പണം കൊടുത്ത് അവിടെ നിയമപ്രകാരം കുടിയേറിയ കർഷകര് അവിടെ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകാൻ പോകുന്നു 100%. അവിടെയുള്ള കർഷകർ നിർബന്ധിതമായി അവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയുമ്പോൾ അവരെ മുമ്പോട്ട് പോകും. അപ്പോൾ 100 കണക്കിന് കുടുംബങ്ങൾ വയനാട്ടിലുണ്ട്. അവരെങ്ങോട്ടാ പോകുന്നത്? ശരി, സർക്കാർ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി വീടുകൾ കൊടുക്കും. നല്ല കാര്യം, അതാണ് സർക്കാരിനോട്. പക്ഷേ അത് മതിയോ? അവരുടെ ജീവിതമാർഗം കൃഷിയുമായി ബന്ധപ്പെട്ട 1/2 ഏക്കർ, 1 ഏക്കർ, 2 ഏക്കർ, 5 ഏക്കർ ഒക്കെയുള്ള കർഷകർ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവരെല്ലാം പുനരധിവസിക്കുവാൻ വേണ്ടി അതിനുള്ള സ്ഥലവും സർക്കാരിനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 11,500 സ്ക്വയർ കിലോമീറ്റേഴ്സ് നമുക്ക് ഈ ഭൂവിസ്തൃതിയുള്ള കേരള സംസ്ഥാനത്ത് 1562 സ്ക്വയർ കിലോമീറ്റേഴ്സ് നോൺ കോർ ഫോറസ്റ്റ് പ്ലാന്റേഷനാണ്. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ വകുപ്പിൽപ്പെട്ട പ്ലാന്റേഷനുകൾ താഴ്വരയിലുണ്ട്, കുന്നും പ്രദേശങ്ങളിലല്ല. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടീക്ക് പ്ലാന്റേഷൻ ഉണ്ട്, അല്ലെ? നിലമ്പൂരുണ്ടല്ലോ ടീക്ക് പ്ലാന്റേഷൻ ഉണ്ട് ഫോറസ്റ്റ്. അവിടെ അടിച്ചാൽ മതി 1,15,000-ഓളം അല്ലെങ്കിൽ 1,05,000-ഓളം വരുന്ന ഹെക്ടർ ലാൻഡ് നോൺ കോർ പ്ലാന്റേഷൻസ് ഉണ്ട്. ആ പ്ലാന്റേഷൻസ് തീർച്ചയായും അത് ഈ കർഷകർക്ക് എത്രയാണോ സ്ഥലമുണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി സ്ഥലം കൊടുത്തുകൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുവാദം കൊടുത്തെങ്കിലേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം പത്രസമ്മേളനം കേരള ഹൗസിൽ വെച്ച് മുഴുവൻ പത്രക്കാർ വന്ന് നടത്തി. അതിന്റെ വാർത്തകൾ വന്നു. ആ വാർത്തകൾ വന്നതിന് ശേഷം ഞാൻ അവിടെ ഈ പറഞ്ഞ
പത്രക്കാരെന്നെ ചോദിച്ചു, വലിയൊരു ആക്ഷേപമുണ്ടല്ലോ, കർഷകർ ഇങ്ങനെ കൊന്നു, അവിടെ കൃഷി നടത്തി, അതുകൊണ്ട് മണ്ണിറഞ്ഞു, അതുകൊണ്ട് ഇതിങ്ങനെയായി എങ്ങനെയായി. ഈ ഉരുള് പൊട്ടിയത് എവിടെയാണ്? ഈ ഉരുള് പൊട്ടിയത് വനത്തിനകത്താണ്. ഈ ഉരുള് പൊട്ടിയ ഏതെല്ലാം പ്രദേശങ്ങളിലുണ്ട്. അത് വിലങ്ങാടാണെങ്കിൽ കിലോമീറ്റർ ഉയരത്തിലാണ്. പക്ഷേ അത് താഴെ വന്ന് കിലോമീറ്ററുകൾ താഴെ വന്ന് താമസിക്കുന്ന ഇടങ്ങളിലാണ് ഈ പറയുന്ന ദുരന്തങ്ങളെല്ലാം ഉണ്ടായത്. ഇത് കർഷകരല്ല, ഇത് നമുക്ക് പറയാവുന്ന ആഗോള താപവനമാണ്. ഇത് പ്രധാനമായും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായതാണ്. ഇത് ഇനിയും ഉണ്ടാകും. കാരണം ഇത് നമ്മുടെ തെറ്റല്ല. ലോകരാഷ്ട്രങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ വാർമിംഗ് അല്ല, അത് ലോകരാഷ്ട്രങ്ങൾ, പല ഡെവലപ്ഡ് വികസിത രാജ്യങ്ങൾ ചെയ്ത തെറ്റുകളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അത് ഇനിയും ഉണ്ടാവും. ഒരു മണ്ണിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ തീർച്ചയായും ഇതുപോലെ ഉണ്ടാവും. അതെന്ത് തെറ്റാണ് കർഷകർ ചെയ്യുന്നത്? അപ്പോൾ അത് കൃത്യമായിട്ട് അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെന്റ്മെന്റ് ആക്ട് 2024 എന്ന് പറഞ്ഞൊരു അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കിയപ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി, കേന്ദ്രം തന്നെ മുഴുവൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൂടി വന്ന് ഇതിന്റെ ചർച്ച നടത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞ് വേറെ ആരും കേരളത്തിൽ നിന്ന് വന്നില്ല. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ അവരോട് ചോദിച്ചു, വയനാടിന്റെ വിഷയമാകട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും വിഷയമാകട്ടെ, ഇങ്ങനെയുള്ള ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെയാണ്, ഈ എക്സാക്ട് സ്പോട്ടിലാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അത് മാത്രം പോരാ, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് താഴോട്ട് ഇത് ഒഴുകുമ്പോൾ എത്ര കിലോമീറ്റർ താഴെയുള്ളവരെ വരെ ബാധിക്കും എന്ന് പറയാൻ കഴിയുമോ? പറയുന്നത് ഉത്തരവ് പറഞ്ഞു, അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 3, 4, 5 വർഷം കഴിയുമ്പോൾ ഇതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. ഞാൻ അന്നേരത്തേന് ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കേന്ദ്രം പറഞ്ഞതിന്റെ ഒരു കള്ളത്തരത്തിന്റെ ഭാഗം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.